എംപിമാരെ പാടെ ഒഴിവാക്കി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? അത് പാർട്ടി തീരുമാനിക്കുന്ന പോലെ തന്നെയുള്ള എന്റെ അഭിപ്രായം. എംപിമാർ പറയുന്ന ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് തങ്ങൾ മത്സരം. തങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല, പാർട്ടി ആവശ്യപ്പെട്ടു. പക്ഷേ അന്ന് പലർക്കും വാഗ്ദാനങ്ങൾ മടങ്ങി വരുമ്പോൾ കൊടുക്കാമെന്നുണ്ടായിരുന്നു, പക്ഷെ പാലിക്കപ്പെടുന്നില്ലെന്നാണ് പറയുന്നത്. അല്ല, അത് അത്തരം വാഗ്ദാനത്തെ കുറിച്ച് എനിക്കറിയത്തില്ല. പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നോ അത് എംപിമാരും അനുസരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. രാജി തുടങ്ങിയിട്ടുണ്ട്. DCP ജനറൽ സെക്രട്ടറി ഒക്കെ രാജി വെച്ചിട്ടുണ്ട്. ബാബു ദിവാകറൊക്കെ രാജി വെച്ചിട്ടുണ്ട്. പുറത്തു നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നു, മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ആൾക്കാരെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഒരു ഉയർത്തുന്ന ഭാഗം. അല്ല, അങ്ങനെയുള്ള തീരുമാനമൊന്നും പത്തനംതിട്ട തീരുമാനമൊന്നും വന്നില്ലല്ലോ. പത്തനംതിട്ടയിലെ തീരുമാനമൊന്നും വന്നിട്ടില്ല. അതെല്ലാം പത്രങ്ങളിൽ വന്നതാണ്. പാർട്ടി അങ്ങനെ തീരുമാനിച്ചത്. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥികളില്ലേ കോൺഗ്രസിന്? പുറത്ത് ജില്ലയിൽ നിന്ന് ആളുകൾ വരുന്ന സാഹചര്യം ഉണ്ടോ അവിടെ? അല്ല, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോ ഒന്നും കമന്റ് ചെയ്യുന്നില്ല. പാർട്ടി തീരുമാനം എടുക്കട്ടെ. അല്ല, പാർട്ടി എടുക്കുന്ന തീരുമാനം എല്ലാവരും അംഗീകരിക്കണമല്ലോ. അപ്പൊ ഞാനും അതിനകത്ത് വ്യത്യാസമല്ലല്ലോ. തിരുവല്ലയിലെ അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ പാർട്ടിക്കൊപ്പം ഇല്ല BJ കുര്യൻ എന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെ അതിനർത്ഥം കൊടുക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞത് പാർട്ടി എടുക്കുന്ന തീരുമാനം ഞാൻ അംഗീകരിക്കും. എന്റെ അഭിപ്രായം ഞാൻ പാർട്ടിയിൽ പറയും. അതിപ്പോ നിങ്ങളോട് ഇവിടെ പറയത്തില്ല. എന്റെ അഭിപ്രായം എന്തായാലും അത് പാർട്ടിയിൽ പറയും, അല്ലെ നേതാക്കന്മാരോട് പറയും. അതിപ്പോ നിങ്ങളോട് പറയത്തില്ല. പാർട്ടി എന്താ തീരുമാനം എടുക്കുന്നത് അറിയട്ടെ. ഏതായാലും പാർട്ടി തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കയറി ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതുവരെ എടുത്തതായിട്ട് എനിക്കറിയില്ല. അബിന്റെ തീരുമാനം അവിടെ അറിഞ്ഞിട്ടില്ല. ജില്ല അങ്ങനെ ഒരു ഒറ്റപ്പേരിൽ എത്തിയതിനെ കുറിച്ച് നമുക്ക് അറിവില്ലെന്നുള്ളതാണോ? എനിക്കറിഞ്ഞൂടാ. മികച്ച സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് തന്നെയാണ് ഇപ്പോഴും. അത് തീരുമാനിക്കട്ടെ. മികച്ച പാർട്ടിയിൽ, കോൺഗ്രസ് പാർട്ടിയിൽ മികച്ച സ്ഥാനാർത്ഥികൾ പലരും ഉണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി നടക്കുമ്പോൾ നേരത്തെ നടക്കുമ്പോൾ ഒക്കെ താങ്കളുടെ ഒരു സാന്നിധ്യം ഇവിടെ കേരള ഹൗസിലും ഈ ഡൽഹിയിലുണ്ട്. ഇത് വലിയ ദൗത്യമാണോ? എന്താണ് ഇതിന്റെ? ഞാൻ വന്നത് എനിക്കൊരു NGO ഉണ്ട്. എംപിമാരുടെയും ex-MPമാരുടെയും കൂടെ NGOയുടെ 2-3 മീറ്റിംഗ് ഉണ്ട്. ഇന്നലെ അതിന്റെ ഇന്റർ യൂണിവേഴ്സിറ്റി ഡിബേറ്റ് ആണ്, അത് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളൊരു ഇന്റർ യൂണിവേഴ്സിറ്റി ഡിബേറ്റ് നടത്തുന്നുണ്ട്. അത് 2 ദിവസം ഇന്നലെ ഇന്നുമുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്നു. ഇപ്പൊ ഡിബേറ്റ് നടക്കുക, അങ്ങോട്ട് പോവുകയാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുമല്ല, പാർട്ടി എടുക്കുന്നത് സ്ഥാനാർത്ഥി. അത്തരം പാർട്ടിയിലെ ഇന്ത്യയുടെ കാര്യങ്ങളൊന്നും ഇപ്പൊ നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. അല്ല, എംപിമാർ അത് പാർട്ടി തീരുമാനിക്കട്ടെ. എംപിമാർ മത്സരിക്കുകയോ വേണ്ട എന്നുള്ള പാർട്ടി തീരുമാനിക്കട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ അഭിപ്രായം പറയുന്നില്ല. അല്ലെ, പാർട്ടിയുടെ തീരുമാനം വരട്ടെ, അന്നേരം. താങ്കളുടെ അഭിപ്രായം KC വേണുഗോപാലിനെയും മുതിർന്ന നേതാക്കളൊക്കെ അറിയിച്ചിട്ടുണ്ടോ? എന്റെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.